രാം നാരായൺ രാം. ഈ ഭൂമിയിൽ നമുക്ക് എന്താണ് ലഭിക്കുന്നത്? രോഗം, ദുഃഖം, ക്രോധം, വിഷാദം, പ്രഹരങ്ങൾ. നാം എല്ലാവരും ഒരേ മാർഗത്തിലെ യാത്രക്കാരാണ്. പാമ്പ്, മൃഗങ്ങൾ, പക്ഷികൾ, പൂച്ച, ആരെയും ഒഴിവാക്കാനാകില്ല. എല്ലാവരും ഒരേ നിയമത്തിനടിപ്പെട്ടവരാണ്. ഒരു കുട്ടി ക്രമമായി വയസ്സാകുന്നു. ഈ ഭൂമിയിൽ ദുഃഖം പ്രഹരങ്ങൾ പോലെയാണ് സുഖവും ശാന്തിയും. നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സന്തോഷത്തോടെ ജീവിക്കാനാണ്. കുറച്ച് സുഖത്തിനായി നാം ചെറിയൊരു ഭൂമി വാങ്ങുന്നു. അതിനായി നാം എന്തൊക്കെ ചെയ്യുന്നു അതിനെ പൂർണ്ണമായി വിവരിക്കാൻ കഴിയില്ല. പക്ഷേ ഈ സുഖം താത്കാലികമാണ്. ഇത് ഒരു അഗ്നിക്കുരിശു പോലെ. രാത്രിയിൽ അഗ്നിക്കുരിശു വരുമ്പോൾ നാം അതിനെ ശക്തിയായി തിരുമ്മും. അപ്പോൾ അതിലേറെ സുഖം തോന്നും. പക്ഷേ അതിൻ്റെ ഫലമായി ഉപ്പ് കലർന്ന രസം പുറത്തുവന്ന് ദാഹം ഉണർത്തുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അപ്പോൾ തിരുമാതിരിക്കുക നല്ലത് എന്ന് തോന്നും. നാം എപ്പോഴെല്ലാം സുഖം അന്വേഷിക്കുമ്പോഴും ദുഃഖം കൂടെ ലഭിക്കും. ഒരു ബാലൻ അപ്രത്യക്ഷമായി. എല്ലാവരും വിചാരിച്ചു ഒരാൾ പോയി, മറ്റൊരാൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. ഈ പ്രതീക്ഷയിലേറെയാണ് നാം ജീവിക്കുന്നത്. ഈ പ്രതീക്ഷ ഒരിക്കലും ഉപേക്ഷിക്കാറില്ല. ജീവിതത്തിൽ നാം ഭവനങ്ങൾ വാങ്ങുന്നു, വസ്ത്രങ്ങൾ വാങ്ങുന്നു. ഏത് കാരണത്താലായാലും എല്ലാവരും ഒരേ കാര്യം ചിന്തിക്കുന്നു: ശാന്തിയായി ജീവിക്കണം. ശാന്തി എന്ന വാക്ക് നമ്മുടെ ശരീരത്തിലെ എല്ലാ അണുക്കളിലും വേരൂന്നിയിരിക്കുന്നു. അതിനുള്ളിൽ നിന്ന് അനന്തമായ ശക്തിയുടെ ശബ്ദം ഉയരുന്നു. ഒരു അച്ഛനും മകനും വെള്ളത്തിൽ വീണു. മകൻ ജീവൻ രക്ഷിക്കാൻ അച്ഛനെ ഉറച്ചു പിടിച്ചു. അവൻ ശക്തിയായി പിടിച്ചോ, അച്ഛൻ അത്രയും വേഗത്തിൽ മുങ്ങിപ്പോകുന്നു. അവസാനമായി ഇരുവരും മുങ്ങിപ്പോയി. നാം സുഖം ആഗ്രഹിക്കുന്നു, ശാന്തി ആഗ്രഹിക്കുന്നു. പക്ഷേ ആഗ്രഹങ്ങൾക്ക് ഒരിക്കലും അന്തമില്ല. അതുകൊണ്ടുതന്നെ സുഖം ലഭിക്കാറില്ല. എത്ര ശ്രമിച്ചാലും നമ്മുടെ ഉള്ളിൽ നിന്ന് ആ ആഗ്രഹങ്ങൾ മാഞ്ഞു പോകുന്നില്ല. ഈ സുഖം ഒരു അഗ്നിക്കുരിശു പോലെയാണ്. നമ്മെ ഭക്ഷണത്തിനായി ക്ഷണിക്കുമ്പോൾ പലപ്പോഴും ഭക്ഷണം കഴിക്കണമെന്ന് തോന്നില്ല. രസഗുള്ളയുടെ മണം പോലും സഹിക്കാൻ കഴിയില്ല. രസഗുള്ള കണ്ടാൽ തന്നെ വാന്തി വരും. പക്ഷേ അടുത്ത ദിവസം അതിനെ വീണ്ടും കഴിക്കാനുള്ള ആഗ്രഹം ജനിക്കും. ഈ താത്കാലിക വിരക്തി ചില നിമിഷങ്ങൾ മാത്രം നിലനിൽക്കും. ആ കണിശം ഒരു നിമിഷം തോന്നിയാലും ഉടനെ നമുക്ക് വിശപ്പ് തോന്നും. എത്ര തിന്നാലും തൃപ്തി തോന്നില്ല.